ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഈവനിങ് റുട്ടീൻ വീഡിയോ ആണ്. ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകുന്നേരങ്ങളിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ നേരെ ഞാൻ പോകുന്നത് മോനെ പിക്ക് ചെയ്യാനാണ് കേട്ടോ. 3:45 ആകുമ്പോഴാണ് ഞാൻ അവിടെ എത്തുക. 3:30 മോന് ക്ലാസ് കഴിയും. അപ്പോൾ മോനെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരിക ചെയ്യുക. ബേബീനെയും കൂട്ടും. ബേബി ഉമ്മൻ്റെ അടുത്താണ് ഉണ്ടാവുക ആ സമയത്ത്. അവന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം മോന് കുറച്ച് സമയമൊക്കെ ടി വി കാണും കേട്ടോ. അപ്പം വേൾഡ് കപ്പ് നടക്കുന്നതും കൊണ്ടാണ്. അപ്പം വൈകുന്നേരം ഏതെങ്കിലുമൊക്കെ മാച്ച് ഉണ്ടെങ്കിലൊക്കെ അത് കാണും. അതിൻ്റെ ഇടയ്ക്ക് അവൻ പോയി കുളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പോയിട്ട് വേഗം മുറ്റടിച്ച് വാരിക്കളട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഡെയിലി ഒന്നും മുറ്റടിച്ച് വാരില്ല കേട്ടോ. ഈ കാണുന്ന ചെറിയൊരു മുറ്റേ ഉള്ളൂ. അപ്പം ഒന്നും എല്ലാം തൊഴിയാനൊന്നുമില്ല. ആകെ ഒരു ചെറിയ പേരമരം മാത്രമേ ഉള്ളൂ. അപ്പം ചണ്ടിയൊക്കെ കുറച്ചുണ്ടാവുള്ളൂ. 2-3 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചു വാരിയാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അടിച്ചു വാരാനും തീയിടാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയതാണല്ലോ. അപ്പം ഇതാ മുറ്റൊക്കെ അടിച്ചു വാരി ചെരുപ്പുകളൊക്കെ ചറ കിടക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഞാനല്ലാതെ വേറെ ആരും ഇവിടെ എടുത്തു വയ്ക്കില്ല. എല്ലാവരും അവിടെ അയച്ചിട്ട് പോവുകയുള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ എല്ലാം അടുക്കി പെറുക്കിയാണല്ലോ ശീലം. മുറ്റത്ത് ഇല തൊഴിഞ്ഞത് മാത്രമല്ല കേട്ടോ, കുട്ടികളുള്ള വീടല്ലേ. അപ്പം അവരുടെ വക എന്താ പറയുക, ചണ്ടിച്ചപ്പുകളൊക്കെ അവരുടെ വകയും എടുത്ത് എറിയുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ ഞാൻ അടിച്ചു വാരി കൂട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പെറുക്കുന്നത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് നമുക്കിവിടെ സ്പെഷ്യലായിട്ട് മാറ്റി സൂക്ഷിക്കണം. അതിന് ആൾ വരും. ഇവിടെ 3 മാസം കൂടുമ്പോൾ ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് ആൾ വന്നിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ചണ്ടിയെല്ലാം എല്ലാം കൂടി ഒന്ന് വാരിയിട്ട് ഒന്ന് തീയിട്ടേക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം വേസ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തീയിടണം. അപ്പം നമുക്കിവിടെ അതിനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ട് അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. തിരുമണ കല്ലൊക്കെ ഈ ഭാഗത്താണുള്ളത്. അപ്പം ഇവിടേക്കാണ് ചണ്ടി ഒന്നായിട്ടിട്ടിട്ട് ഇവിടെ നിന്ന് ഒരുമിച്ച് കത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് കൂടി ആകെ നാശമായി കിടക്കുന്നുണ്ട്. ഇവിടെ കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെതല്ല കേട്ടോ, തൊട്ടപ്പുറത്തൊക്കെ വീട്ടിൽ കോഴികളുള്ളതുകൊണ്ട് അവർ വന്നിട്ട് നല്ലോണം ചിക്കി പരത്തിയിടും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടിച്ചു വാരി അതും കൂടി അങ്ങോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ഒന്ന് തീ പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആകെ അടിച്ചു വാരി കഴിഞ്ഞാൽ അതിൽ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ബാക്കിയുള്ള ചണ്ടികൾ ഒരു വേസ്റ്റ് ബക്കറ്റിൽ ഞാൻ നിറച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതും ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കൊണ്ടുവന്നിട്ട് അതും ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലും ഈ ചില്ലറ പ്ലാസ്റ്റിക്കും കത്തിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ബാക്കി കത്തിക്കാൻ പറ്റുന്നതൊക്കെ അതിലേക്ക് എടുത്തിട്ടിട്ട് തീയിലേക്ക് ഇടുകയാണ്. അപ്പം ഇതൊക്കെ ചണ്ടിക്കൊന്ന് വൃത്തിയായാൽ തന്നെ നമ്മൾ വീടും ഒന്ന് നല്ല ക്ലീനായി കിടക്കും. മറ്റ് ചണ്ടി അവിടെയും കൂട്ടിയിട്ട് ഇവിടെയും കൂട്ടിയിട്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിത് 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴാട്ടോ അങ്ങനെ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ആ ബക്കറ്റ് നിറയുമ്പം വേഗം കൊണ്ടുപോയിട്ട് കത്തിക്കും. അപ്പം മുറ്റം അടിച്ചു വാരി കഴിഞ്ഞു. അപ്പോൾ മുറ്റമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെ ഒന്ന് വേഗം നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നല്ല കേട്ടോ, നിറയെ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ 2 വീടായല്ലോ മാറുന്നത്. അപ്പം ആ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ കുറേ ചെടി പോയി. പിന്നെ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം ഇത് കൊണ്ട് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് വീട് റെഡി ആയതിന് ശേഷം ചെടിയൊക്കെ പിടിപ്പിക്കുക എന്നാണ് എൻ്റെ ഐഡിയ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോൻ്റെ കുളി കഴിഞ്ഞു. ഞാനും വേഗം പോയി കുളിച്ചു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാ ഉച്ചയ്ക്ക് വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ രാത്രി ഒന്നും കഴിക്കില്ല, ഈ സമയത്ത് കഴിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നല്ലോണം ആ സമയത്ത് ഭക്ഷണം കഴിക്കും. പിന്നെ കുറച്ച് നേരം കുട്ടികൾ TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ മഗ്‌രിബും നിസ്കാരവും ഓത്തുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ പഠിക്കാനിരുത്തു കേട്ടോ. 2 പേര് ഇതേപോലെ ഇരുത്തുക ചെയ്യുക. ഹോംവർക്കുകളും അന്നന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കുകയും ഹോംവർക്കുകൾ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം 2 ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണ് കേട്ടോ. നല്ല ഹൈ ഇൻ ക്ലാസ് എന്നൊന്നും പറയില്ല. 2 ആവറേജ് സ്റ്റുഡൻസ് ആണ്. ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം കുറച്ച് നന്നായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്കോർ ചെയ്യാനും എല്ലാം പറ്റാറുണ്ട്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മെനക്കെടണമെന്ന് മാത്രം. അപ്പോൾ അവനിന്നൊരു പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് അതെനിക്ക് കാണിച്ചു തരികയാണ്. പിന്നെ ക്ലാസ്സിലെ കുറേ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം ബേബീനെ ഇരുത്തി അവൻ്റെ കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ അവൻ പഠിക്കുള്ളൂ. മറ്റേ ആൾ പിന്നെ കുഴപ്പമില്ല, ഒന്നൊന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി.
കുട്ടികളെ പഠിപ്പിക്കൽ ഏതായാലും അമ്മമാർക്കൊരു തലവേദനയാണ്. അപ്പോൾ ജോലിക്കാരായിട്ടുള്ള അമ്മമാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അങ്ങനെ ഒരു 1-2 മണിക്കൂറോളം മക്കളുടെ കൂടെ ഇരിക്കണം കേട്ടോ. അങ്ങനെ കുറേ സമയം ഇരുന്നാലൊക്കെ ഇവരെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുകളിൽ പോയിട്ട് തിരുമ്പിയതൊക്കെ കുറച്ചുണ്ടായിരുന്നു എടുത്തേക്കാനും പിന്നെ ചിക്കിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറച്ച് മുകളിലെടുത്തിട്ടത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പത്തെ ഒരു വീഡിയോയിൽ എനിക്ക് മുകളിൽ ഇതേപോലെ തുണി വിരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അപ്പം അതിവിടെയാണ്. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ മുകൾ ഭാഗത്ത് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസാണുള്ളത്. അപ്പോൾ അവിടെ ഇതേപോലെ അയൽ കെട്ടിയിട്ടുണ്ട്. നല്ലോണം ഒരുപാട് ചിക്കിടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അയൽ തികയാതെ വരുമല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ വെയിൽ തട്ടി ഉണങ്ങില്ല കേട്ടോ, ചൂടുകൊണ്ട് ഉണങ്ങുള്ളൂ. വെയിൽ തട്ടി ഉണങ്ങേണ്ടിയൊക്കെ താഴെ തന്നെ കൊണ്ടുപോയി വിരിച്ചിടണം. അപ്പം ഇവിടുത്തെ മെയിൻ വലിയ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണെങ്കിലും ശരി രാത്രിയാണെങ്കിലും ശരി നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുണി ചിക്കിടാട്ടോ. അപ്പം ആ പരിപാടികളും കഴിഞ്ഞു. അപ്പം ഞാൻ അടുക്കള ഒന്ന് അടിച്ചു വാരിടാമെന്ന് വിചാരിച്ചു. അടുക്കള കുറച്ച് നാശമായി കിടക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ഞാൻ ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ അടിച്ചു വാരിയിട്ടതാണ്, അപ്പോൾ അത് ക്ലീനായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുക്കള മാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ട്, പാലിൻ്റെ കവറും ഇതൊക്കെ ഞാൻ നിലത്തേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഏതായാലും തരംതിരിക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ നിലത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തരംതിരിച്ച് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഫ്ലോർ കണ്ടിട്ട് ആരും നെറ്റിച്ച് വിളിക്കേണ്ട കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ റെൻറ്റിന് താമസിക്കുകയാണ്. ഇത് ഒത്തിരി പഴയ വീടാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചധികം വർഷങ്ങൾ മുമ്പേ ഉണ്ടാക്കിയ വീടാണത്. അപ്പോൾ ഇവിടുത്തെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അതൊക്കെ ഭയങ്കര ഓൾഡ് ഫാഷൻഡാണ്. അപ്പം ഒത്തിരി വർഷം മുന്നത്തെ ഒരു വീടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇതാ ഞാൻ കുറച്ചൊന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നാളേക്ക് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അതായത് ക്യാബേജ് ഞാൻ നാളെ ഉപ്പേരിക്ക് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിലവിലെ ഒരു റുട്ടീൻ അനുസരിച്ചിട്ട് ഞാൻ പിറ്റേന്നത്തേക്ക് തൊട്ടടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഉപ്പേരിക്ക് അരിഞ്ഞ് വെക്കുക, പിന്നെ എന്തെങ്കിലും കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാനുണ്ടെങ്കിൽ അരിഞ്ഞ് വെക്കാം, ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെക്കുക. അപ്പം കുറേ ദിവസത്തേക്കില്ല, തൊട്ടടുത്ത ദിവസത്തേക്ക് വേണ്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഉള്ളതും പിന്നെ മീൽ പ്ലാനിങ് ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം എന്താ പെട്ടെന്നൊരു റുട്ടീൻ ചേഞ്ച് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ വർക്ക് ടൈമൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, രാവിലെ ഒരു 11 മണിയാകുമ്പോൾ എനിക്ക് ഷോപ്പിൽ എത്തിയാൽ മതി, ഒരു 5 മണി 5:30 ആകുമ്പോൾ എനിക്ക് ഇറങ്ങാം. ആ ഒരു രീതിയിലായിരുന്നു 3-3.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഇപ്പോൾ ഞാൻ റുട്ടീൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് രാവിലെ 8:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, 9 മണിക്ക് അവിടെ എത്തുന്ന രീതിയിൽ ആണ് ഇപ്പോഴത്തെ റുട്ടീന് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആണ് എനിക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റുട്ടീൻ ചേഞ്ച്. അപ്പോൾ പതുക്കെ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ അത് പറഞ്ഞു നിന്ന സമയം കൊണ്ട് ഈ ക്യാപ്സിക്കം ഞാനിപ്പോൾ അരിയുന്നത് മോന് 2-3 ദിവസമായി പാസ്ത ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നു കേട്ടോ. പാസ്ത വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി കളേർഡ് ക്യാപ്സിക്കം ഞാൻ വാങ്ങിയത്. അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ട്. ഇപ്പോൾ രാവിലെ 7:30 മണിയാകുമ്പോൾ മോൻ്റെ വണ്ടി വരും, അതിന് മുമ്പേ അവനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ 8:30 ആകുമ്പോൾ എനിക്ക് ഇറങ്ങുകയും വേണം. അപ്പോഴേക്കും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ചിന്തിക്കാമല്ലോ രാവിലെ എത്രത്തോളം ഹറിബറി ആയിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ രാത്രി തന്നെ ചെയ്തു വയ്ക്കുകയാണ്. മുമ്പൊന്നും എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം പക്ഷേ എനിക്ക് ഈ ഒരു പ്രെപ്പിങ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതുകൊണ്ടും എനിക്കിപ്പോൾ എത്തുന്നില്ല, കുറച്ചുകൂടി ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം.
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയൊരളവിൽ ഇപ്പോൾ എനിക്ക് ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കുകൾക്കിടയിൽ ഈ പച്ചക്കറി അരിയാനോ ഇതൊന്നിനും സമയം ഉണ്ടാവില്ല, ഇതൊക്കെ ഇട്ട് ചോടലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഉപ്പേരിക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റപ്പാക്കി വെക്കും. പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് എനിക്ക് രാവിലെ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും എളുപ്പമായിട്ട് തീരാൻ വേണ്ടിയിട്ട് മീൽ പ്രെപ്പിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ അരിഞ്ഞ് വെച്ച പച്ചക്കറികളുടെ ബാക്കിയായി വന്ന ഇതൊക്കെ ഞാൻ മറ്റൊരു പാത്രത്തിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. വെളുത്തുള്ളിയൊക്കെ ആണല്ലോ കുറേ സമയം എടുക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ മീൽ പ്രെപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നേരത്തെ കുറച്ച് മക്കളൊക്കെ ഉള്ളതല്ലേ, അവരതും കഴിച്ച് ഇതും കഴിച്ച് അങ്ങനെ കുറേ പാത്രങ്ങൾ പെട്ടെന്ന് നിറയും കേട്ടോ. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ എൻ്റെ അടുക്കളയിൽ ഫാൻസി പാത്രങ്ങൾ കാണാൻ കിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഫാനല്ല ഇപ്പം നിലവിൽ, കാരണം ഇപ്പോൾ വീട് മാറുന്നതൊക്കെ ആയതുകൊണ്ട് പാത്രങ്ങളൊക്കെ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതെന്നാണ് വിചാരിക്കുക. വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് നമുക്ക് സെറ്റിലായതിന് ശേഷം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അടുക്കള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ഒതുക്കി മക്കൾക്ക് ചോറും കൊടുത്തു. അവരെ ഞാൻ കിടത്തി ഉറക്കി കേട്ടോ. രാവിലെ 2 പേരും നേരത്തെ എണീക്കുന്നവരാണ്, അപ്പോൾ അവരെ പെട്ടെന്ന് കിടത്തി ഉറക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി പരത്താനായിട്ട് അടുക്കളയിലേക്ക് വന്നത്. ഇക്കാക്ക് ഇവിടെ ചപ്പാത്തി ഭയങ്കര നിർബന്ധം കേട്ടോ. അസുഖങ്ങളൊന്നുമില്ല, എന്നാലും അത് ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമായതുകൊണ്ട് അതിങ്ങനെ തുടർന്ന് പോകുന്നു എന്ന് മാത്രം. ലൈറ്റായിട്ടുള്ള ആഹാരമാണ് രാത്രി നല്ലതെന്നാണ് ഇക്കാക്ക് എപ്പോഴും പറയാം. അപ്പോൾ ഞാനും വൈകിട്ട് കഴിച്ചതേ ഉള്ളൂ, പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. അതായത് ഞാൻ നീർദോശയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. എനിക്കിത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഞാൻ ആവശ്യത്തിനുള്ള പച്ചരി കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ അതിന് കറിയായിട്ട് കോമ്പിനേഷൻ ഞാൻ വിചാരിക്കുന്നത് ഗ്രീൻ പീസാണ്. അപ്പം അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഞാനൊന്ന് കഴുകി കുതിർക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ തലേന്നേ ചിന്തിച്ച് അതിന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒത്തിരി സമയം ലാഭിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമുക്ക് തലേന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് രാവിലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഗുണം ശരിക്കും അറിയാനായിട്ട് പറ്റുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ആ ചപ്പാത്തി കൂടി ചുട്ടെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണ് നാളെ രാവിലേക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹസ്ബൻഡ് വരാൻ കുറച്ച് ലേറ്റ് ആകും. അപ്പം അതുവരെ ഞാൻ ഒന്നുകിൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ടിരിക്കും. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യാനുണ്ടാവും കേട്ടോ, അതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസായിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം ഷിഫ ഷബീർ.